പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി എടുക്കണം. ഒരുപാട് വിദ്യാർത്ഥികളുടെ സംശയമാണ്, പ്ലസ് ടു കഴിഞ്ഞ് ഏതെങ്കിലും ITയിലോ പോളിടെക്നിക്കിലോ പോയി പെട്ടെന്നൊരു ജോബ് മേടിച്ചാൽ പോരെ. ഈ ഒരു സമയത്ത് തൊഴിലില്ലായ്മയും അൺഎംപ്ലോയ്മെന്റ് എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഈ സമയത്ത് 4 വർഷത്തെയും 3 വർഷത്തെയും നീണ്ട ഡിഗ്രി എടുത്ത് സമയം വേസ്റ്റ് ചെയ്യണോ എന്നാണ് പലരും ചോദിക്കുന്നത്. ഇത് കാണുന്നത് ഒരുപക്ഷെ റിപ്പീറ്റർ ആയിട്ടുള്ള വിദ്യാർത്ഥികളായിരിക്കാം, അല്ലെങ്കിൽ പ്ലസ് ടു ഇപ്പോൾ പഠിച്ച് പരീക്ഷ കഴിഞ്ഞിരിക്കുന്ന വിദ്യാർത്ഥികളായിരിക്കാം, അതല്ലെങ്കിൽ അവരുടെ രക്ഷകർത്താക്കളായിരിക്കാം. ഞാനിവിടെ പറയാൻ പോകുന്നത് എൻ്റെ പേഴ്സണൽ റെക്കമെൻഡേഷനും അതുപോലെ തന്നെ നിലവിലെ മറ്റ് സ്റ്റാറ്റിസ്റ്റിക്സും വെച്ചിട്ടാണ്. ഞാൻ പറയുകയാണ്, തീർച്ചയായിട്ടും നിങ്ങൾ ഡിഗ്രി എടുക്കണോ വേണ്ട എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്, ഫൈനൽ ഡിസിഷൻ. പക്ഷേ അത് തീർച്ചയായിട്ടും ഒരു ബ്ലൈൻഡ് ഡിസിഷനായി പോകരുത് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഞാൻ പറഞ്ഞുതരാം, പല വിദ്യാർത്ഥികളും പിന്നീട് റെഗ്രറ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. പോളിടെക്നിക്കിലും ITയിലും മറ്റ് പല മേഖലകളിലും പാരാമെഡിക്കലിൽ ഉൾപ്പെടെ പ്രൊഫഷണൽ കോഴ്സുകളിൽ ഉൾപ്പെടെ പോയിട്ട് പിന്നീട് അതെടുത്തില്ലല്ലോ, ഇഷ്ടപ്പെട്ട കോഴ്സ് പഠിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് ഖേദിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന് ഇൻഡസ്ട്രികളുടെ സാധ്യതയും, 2 സെൽഫ് മോട്ടിവേഷൻ, അതായത് നിങ്ങളുടെ അഭിരുചിയാണ്, സെൽഫ് ഇൻട്രസ്റ്റ് ആണ് എന്ന് നമുക്ക് അതിന് പറയാം. അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് നിങ്ങൾക്ക് എന്തിലേക്കാണ് ഗോൾ എന്ന് മനസ്സിലാക്കുക. അതിന് ഡിഗ്രി ഒരു ഉപയോഗപ്രദമായിട്ടുള്ള കാര്യമാണോ എന്ന് മനസ്സിലാക്കുക. പക്ഷേ ഡിഗ്രിയൊക്കെ ഡ്രോപ്പ് ചെയ്ത് അല്ലെങ്കിൽ വേണ്ട എന്ന് തീരുമാനിച്ച് മറ്റു പലതിലേക്കും പോകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ മുന്നിലേക്കുള്ള പാത അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് കുറച്ചുകൂടി അടയുകയാണ്. ഒന്നെങ്കിൽ ഒരു പ്രൊഫഷണൽ ഡിഗ്രി, BTech, MBBS, BCA പോലുള്ള അല്ലെങ്കിൽ LLB പോലുള്ള പ്രൊഫഷണൽ ഡിഗ്രികളുടെ ഒരുപാട് സാധ്യതകൾ നിങ്ങളുടെ മുന്നിലേക്കുണ്ട്. ആ ഒരു ഇൻഡസ്ട്രിയിൽ തന്നെ ഇന്റേൺഷിപ്പും കൃത്യമായിട്ട് പഠിച്ചുകൂടി ഇറങ്ങി കഴിഞ്ഞാൽ ഒരുപാട് കമ്പനീസ് നിങ്ങളെ ഹയർ ചെയ്യാൻ അല്ലെങ്കിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇനി ഫിനാൻഷ്യൽ മേഖലയിലേക്ക് പോകുമ്പോൾ BCom ഉൾപ്പെടെ പഠിച്ചിറങ്ങിയാലും ഇവിടെ ടാലിയും GSTയും അല്ലെങ്കിൽ സെൽഫ് എന്റർപ്രണർഷിപ്പും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അതിലും ഉണ്ട് എന്ന് മനസ്സിലാക്കുക. BSc ഉൾപ്പെടെയുള്ള വിഷയങ്ങൾക്കും തൊഴിലില്ലായ്മ മാറ്റി നിർത്തിയാലും കൃത്യമായിട്ട് അത് എക്സ്പ്ലോർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഈ നാട്ടിൽ തൊഴിലുകളുണ്ട് എന്നതാണ് വസ്തുത. അല്ലാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്ലസ് ടു കഴിഞ്ഞ് ഡയറക്റ്റ് എന്തെങ്കിലും ഒരു ജോബിനോ അല്ലാതെ ഒരു സബ്സിഡറി ആയിട്ടുള്ള കോഴ്സുകൾക്കോ അപേക്ഷിക്കുന്നവർ ഡിഗ്രി ലൈഫ് മിസ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഞാൻ പറയുന്നത് എന്റർടൈൻമെന്റോ മറ്റു ബാക്കി ഒരു കാര്യമല്ല, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഡിഗ്രി. ഇപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാർ കംപ്ലീറ്റ് ഉന്നത വിദ്യാഭ്യാസം, ഡിഗ്രി എഡ്യൂക്കേഷൻ ഫ്രീ കൂടി ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് പഠിക്കാനും എക്സ്പീരിയൻസ് ചെയ്യാനും കിട്ടുന്ന ഒരു അവസരം കൂടിയാണ് കോളേജ് ലൈഫ്. അപ്പോൾ കോളേജ് വേണ്ട അല്ലെങ്കിൽ ഡിഗ്രി വേണ്ട എന്ന് തീരുമാനിക്കുന്നവർ അതുകൂടി കൃത്യമായിട്ട് പരിഗണനയിൽ എടുത്ത് വേണം ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കാൻ. നിങ്ങൾ ഒരുപാട് തടസ്സങ്ങളായിരിക്കും മുന്നിൽ കാണുന്നത്, പക്ഷേ ഡിഗ്രി എടുക്കുന്നവർക്ക് മുന്നിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കൂടി തുറന്നു കിട്ടുകയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഒരുപാട് കോഴ്സുകൾ, ഇപ്പോൾ BCA ആയിക്കോട്ടെ, BBA ആയിക്കോട്ടെ, BTech ആയിക്കോട്ടെ, BScയുടെ തന്നെ പല വകഭേദങ്ങളായിക്കോട്ടെ, AI റിലേറ്റഡ് പല യൂണിവേഴ്സിറ്റികളും നിലവിൽ കോഴ്സുകൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതും നിങ്ങളുടെ മുന്നിൽ വലിയ ഓപ്പർച്യൂണിറ്റീസും വലിയ ഗേറ്റ് വേസുമാണ് തുറക്കുന്നത് എന്ന് കൂടി മനസ്സിലാക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കരിയർ ഗൈഡൻസ് സെഷൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈ നമ്പറിൽ നിങ്ങൾ വാട്സാപ്പ് ചെയ്താലും മതി, അല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്താലും മതി. ഓൾ ദി ബെസ്റ്റ് ഗൈസ്. ഇനി അങ്ങോട്ട് കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നിങ്ങളുടെ സംശയങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്.